ചൈന നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ നടത്തുന്ന വമ്പിച്ച കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിരന്തരം പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമുക്കറിയാം. ഡീപ് സീക്ക് ഏറ്റവും സമീപകാലത്തെ ഉദാഹരണമാണ്. സമൂഹത്തെ കൃത്യമായ നിലയിൽ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും കഴിയുന്ന സർവൈലൻസ് ഉപകരണമായി AI അവർ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതുകൂടി മനസ്സിലാക്കേണ്ട ഒന്നാണ്. AI ഭാവി വികാസത്തിന്റെ ദിശയെക്കുറിച്ചുള്ള അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയും ബോധ്യങ്ങളെയും കൃത്യമായി രൂപപ്പെടുത്താൻ അത് ഏറെ സഹായിക്കും. അദപ് ടോക്കിൽ ഇന്ന് നാം പറയുന്നത് അതാണ്. മുമ്പൊരിക്കൽ നാം സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന ഷോസാന സുബോഫിന്റെ സംജ്ഞയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വ്യക്തികളെക്കുറിച്ചുള്ള വലിയ അളവിലുള്ള ഡാറ്റ ശേഖരിക്കുക വഴി ടെക് ഭീമന്മാർ എങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നതായിരുന്നു അവിടെ നാം പറഞ്ഞത്. ചൈന പോലുള്ള കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് പറയാൻ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാം സ്വീകരിച്ച നാമമാണ് ഇവിടെ സർവൈലൻസ് കമ്മ്യൂണിസം. സാമൂഹിക നിയന്ത്രണങ്ങൾക്ക് ഗവൺമെന്റ് തന്നെ വർദ്ധിതമായ നിലയിൽ AI ഉപയോഗിച്ചു തുടങ്ങിയ ഇടമാണ് ചൈന. പൗരന്മാരുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ ഒരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം അവിടെ മെല്ലെ നടപ്പിലായിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു നല്ല നടപ്പിന് സോഷ്യൽ ക്രെഡിറ്റ് പോയിന്റ്സ് നൽകുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, എക്സസൈസ് ചെയ്ത് ഫിറ്റായിരിക്കുക, കള്ളപ്പണം റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയവ വേണമെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക വഴി കൂടുതൽ പോയിന്റുകൾ നേടുന്നതോടെ ഒരാൾക്ക് കൂടുതൽ ആനുകൂല്യത്തിന് അവസരം ലഭിക്കുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ, കുട്ടികളുടെ പഠനത്തിന്, യാത്രകൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, അങ്ങനെ പലതും. നേരെ മറിച്ച് നിങ്ങൾ ആന്റി സോഷ്യലായി മാർക്ക് ചെയ്യപ്പെടുകയാണ് എങ്കിലോ, അതായത് നിങ്ങൾ ഗവൺമെന്റിനെ എതിർക്കുന്ന ആളാണ് എങ്കിൽ അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വളരെ വേഗം കൊട്ടിയടക്കപ്പെടുന്നു. എങ്ങനെയാണ് ഇത് നിർണയിക്കപ്പെടുക? അവിടെയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കപ്പെടുന്നത്. മില്യൺ കണക്കിനുള്ള CCTV ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന ഇമേജുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിങ്ങിലൂടെ AI ഫേഷ്യൽ റിക്കഗ്നിഷൻ പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുക വഴിയാണ് ഈ സിസ്റ്റത്തെ അവർ നിലനിർത്തുന്നത്. ടെലഗ്രാഫിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ഇന്റഗ്രിറ്റി ഇല്ലാത്ത ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ബീജിംഗിലെ ബിസിനസ് പരിസരം മെച്ചപ്പെടുത്താൻ ഈ പോയിന്റ് സിസ്റ്റം സഹായിച്ചു എന്ന് ചൈനീസ് ഗവൺമെന്റ് പറയുന്നുണ്ട്. ഈ രീതി ഉപയോഗിച്ച് 9 മില്യൺ ആളുകളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ നിന്നും ഫസ്റ്റ് ക്ലാസ് ട്രെയിനുകളിൽ നിന്നും ബ്ലോക്ക് ചെയ്തു എന്ന് ചാനൽ ന്യൂസ് ഏഷ്യയും റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റനോട്ടത്തിൽ ഗവൺമെന്റ് ഭാഷ്യം പറയുന്ന വിധത്തിൽ വളരെ ദോഷരഹിതമായ ഒന്നാണ് ഇത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതോറിറ്റേറിയനായ ലക്ഷക്കണക്കായ മനുഷ്യരുടെ ജീവിതത്തെ നിയന്ത്രണത്തിലാക്കുന്ന, വരുതിയിൽ നിർത്തുന്ന അത്തരമൊരു സിസ്റ്റത്തിന്റെ, അതിശക്തമായൊരു സർവൈലൻസ് അപ്പാരറ്റസിന്റെ അപകടകരമായ ഡയമെൻഷൻസിനെ കുറിച്ച് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിൽ മനുഷ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നൈതികമായ അനേകം പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ടെക്നോളജിയുടെ അന്ധത, ബ്ലൈൻഡ് സ്പോട്ട് തീർക്കുന്ന ചിലതാണ്. ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. എത്രത്തോളം കൃത്യമാണ് ഇത്തരം പ്രോസസ്സിങ്ങിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കുക. ഇമോഷൻസ് ഡിറ്റക്ട് ചെയ്യുന്ന വിയറബിൾ ഡിവൈസസ്, അതായത് നമ്മുടെ സ്മാർട്ട് വാച്ചുകൾ പോലെയുള്ളവ, അതുപോലെ ഫേസ് റിക്കഗ്നിഷനിലൂടെ മുഖഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, കണ്ണുകളിലും ചുണ്ടുകളിലും വരുന്ന ചെറിയ ചലനങ്ങൾ, ഇത്തരം ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുകയാണ് പ്രധാനമായും ഇത്തരം AI ക്യാമറകൾ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയെക്കുറിച്ച് തീരുമാനങ്ങൾ ഉണ്ടാവുകയും നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ തീരുമാനങ്ങൾ എത്രത്തോളം കൃത്യമാണ്? 100% കൃത്യതയോടെ ഈ ഡാറ്റകൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് ഏറെ ഗവേഷകരും പറയുന്നത്. എന്നാൽ എല്ലാ പ്രധാന സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സും അത് അങ്ങനെ സാധ്യമാണ് എന്ന ധാരണയിലാണ് AI അൽഗോരിതംസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പിഴവുകൾ നിമിത്തം ദുരന്തപൂർണമായ അനീതികളാണ് ഇത്തരം അൽഗോരിതങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വിതയ്ക്കാനിടയുള്ളത്. കേന്ദ്രീകൃതമായ ഇത്തരം സർവൈലൻസുകൾ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന നിലയിൽ ഉപയോഗിക്കപ്പെടുക വഴി വന്നു ചേരുന്ന സിസ്റ്റമാറ്റിക് ആയ അടിച്ചമർത്തലുകൾ അതുപോലെ പ്രധാന പ്രശ്നമാണ്. ചൈനയുടെ കേസിൽ ഇതിന് കൃത്യമായ ഉദാഹരണമാണ് ഷിൻജിയാൻ പ്രവിശ്യ. ഹ്യൂമൻ റൈറ്റ്സ് സീനിയർ റിസർച്ചറായ മായ വാങ് പറയുന്നു,
സിങ്ജിയാൻ പ്രവിശ്യയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റിനെയും ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നു. എന്നിട്ട് അവിശ്വാസം തോന്നുന്നവരെ തിരഞ്ഞു പിടിച്ച് വിചാരണ നടത്തുന്നു. സിങ്ജിയാങ് പടിഞ്ഞാറൻ ചൈനയിലെ ഒരു മുസ്ലിം പ്രവിശ്യയാണ്. ഉയ്ഗൂർ മുസ്ലിം വംശജരാണ് ഇവിടെ നൂറ്റാണ്ടുകളായി ജീവിച്ചു പോരുന്നത്. അവരെ ഇല്ലായ്മ ചെയ്തും അടിച്ചമർത്തിയും ഹാൻ ചൈനീസ് വംശജരെ അവിടെ കുടിയിരുത്തുക എന്നതാണ് ചൈനീസ് പദ്ധതി. ഈ പദ്ധതിക്കായി എങ്ങനെയാണ് AI ഉപയോഗിച്ചുള്ള സർവെയിലൻസ് ഉപയോഗിക്കപ്പെടുന്നത് എന്നത് സമാനമായ നിരവധി ഭാവികളെക്കുറിച്ച് ഏതൊരാളെയും ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണ്. ഷിൻജിയാൻ പ്രവിശ്യയിൽ ചൈനീസ് വംശജർക്ക് സ്വതന്ത്രമായി എല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അതിതീവ്രമായ സർവൈലൻസിംഗ് വഴി ഉയ്ഗൂർ വംശജരെ മാത്രം പ്രത്യേകം തിരഞ്ഞുപിടിച്ച് നിയന്ത്രിക്കാൻ ചൈനീസ് ഭരണകൂടത്തിന് കഴിയുന്നു. ഷിൻജിയാൻ പ്രവിശ്യയിലെ ഉറുംഖി എന്ന തലസ്ഥാന നഗരം ഒരു ഡിജിറ്റൽ കോട്ട ആണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അവിടെ എല്ലാ വഴികളും ഇടതടവില്ലാത്ത ക്യാമറ നിരീക്ഷണത്തിലാണ് എപ്പോഴും. സഞ്ചരിക്കുന്ന ഉയ്ഗുറുകളുടെ സ്മാർട്ട് ഫോണുകൾ ഓരോ നിശ്ചിത ഇടവേളകളിലും ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്യപ്പെടുകയും അവയിലെ വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത AI മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് നിരന്തരം അയക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ അവരുടെ വീടുകൾക്ക് മുന്നിലെല്ലാം QR കോഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്കാനേഴ്സിന് ഏത് സമയവും അതിൽ നിന്ന് വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അതിനനുസരിച്ച് വേണ്ട പരിശോധനകൾ നടത്താനും കഴിയുന്നു. ഇതിലും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. മേൽ സൂചിപ്പിച്ച സർവെയിലൻസിലൂടെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലക്ഷങ്ങളാണ് ഇത്തരം സെന്ററുകളിൽ അയക്കപ്പെടുന്നത്. സർവെയിലൻസ് അപ്പാരറ്റസിലൂടെ നടത്തുന്ന വിവരങ്ങളുടെ കൃത്യതയെക്കുറിച്ച് പിഴവുകൾ നാം മുമ്പ് സൂചിപ്പിച്ചു. അതൊന്നും തന്നെ കണക്കിലെടുക്കാതെ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ വേർപിരിച്ചും ഒറ്റപ്പെടുത്തിയും ജയിൽ എന്ന് തന്നെ പറയാവുന്ന എഡ്യൂക്കേഷൻ സെന്ററുകളിൽ അവരെ അയച്ച് ഉയ്ഗൂർ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിനുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് AI. ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് സെലക്റ്റീവായി നടപ്പാക്കാനാണ് ചൈന AI സർവെയിലൻസ് പ്രയോജനപ്പെടുത്തുന്നത്. ഗവൺമെന്റിന്റെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം പോലുള്ളവ ഏതു രീതിയിൽ വികസിക്കാമെന്നും നല്ല നടപ്പിനെക്കുറിച്ചുള്ള നിരുപദ്രവം എന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങളിലൂടെ AI സർവെയിലൻസിന്റെ ഇത്തരം ഉപയോഗം എങ്ങനെ വ്യവസ്ഥാപിതമായി ജനവിഭാഗങ്ങൾക്കെതിരിൽ അനീതി നിറഞ്ഞ സാമൂഹിക അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുന്ന ഏകാധിപത്യ സമഗ്രാധിപത്യ രീതികൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് സീനിയർ റിസർച്ചറായ മായ വാങ് പറയുന്നത്, ഇത് ഷിൻജിയാങ് പ്രവിശ്യയെക്കുറിച്ചോ ചൈനയെക്കുറിച്ചോ മാത്രമുള്ള കാര്യമല്ല. നമ്മൾ മനുഷ്യർക്ക് ഡിവൈസസ് വഴി കണക്റ്റഡ് ആയ ഈ ആധുനിക ലോകത്ത് അവ സൃഷ്ടിക്കുന്ന ഡാറ്റകളെ നിർമ്മിത ബുദ്ധിയിൽ സർവെയിലൻസ് ചെയ്ത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടങ്ങളുടെ സ്വകാര്യ ശക്തികളുടെ വിളനിലമായ ഒരു ഭാവി ലോകത്ത് എത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചോദ്യമാണിത്. അത്തരത്തിൽ നമുക്ക് ഏവർക്കും ഭാവിയെ സംബന്ധിക്കുന്ന ആശങ്കകളെക്കുറിച്ച് ആലോചിക്കാൻ അവസരം നൽകുന്ന ഉണർത്തുപാട്ടാണ് ഈ ചൈനീസ് സർവെയിലൻസ് കമ്മ്യൂണിസത്തെക്കുറിച്ച പഠനം.